ഒരു $10,000 കയ്യിലുണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് കപ്പലടുപ്പിച്ച് കണ്ടെയ്നർ ഇറക്കാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല. വിഴിഞ്ഞത്തെ കൊമേഴ്സ്യൽ ഓപ്പറേഷണൽ തുറമുഖമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ തുറമുഖം ചരക്ക് കൈമാറ്റത്തിനായി പ്രവർത്തന സജ്ജവുമായി കഴിഞ്ഞു. കമ്പനികൾക്ക് വമ്പൻ ഇളവുകളാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദാനി പോർട്സ് വിഴിഞ്ഞത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊളംബോ തുറമുഖത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് പല സേവനങ്ങൾക്കും അദാനി പോർട്സ് പ്രഖ്യാപിച്ചത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഒന്നാം ഘട്ട കമ്മീഷനിംഗ് ഉടനുണ്ടാകും. പ്രധാനമന്ത്രിയുടെ സമയം നോക്കുകയാണ് സംസ്ഥാന സർക്കാർ അതിനായി. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് തുടങ്ങിയ ഏജൻസികൾ സംയുക്തമായി എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് വിഴിഞ്ഞത്തെ കൊമേഴ്സ്യൽ ഓപ്പറേഷണൽ തുറമുഖമായി പ്രഖ്യാപിച്ചു. അദാനി പോർട്സുമായുള്ള കരാർ അനുസരിച്ച് ഡിസംബർ 3-നായിരുന്നു ഒന്നാം ഘട്ടം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടത്. 4 മാസം നീണ്ട ട്രയൽ റൺ ഡിസംബർ 2-ന് തന്നെ വിജയകരമായി പൂർത്തിയാക്കി. ഇതോടെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഈ പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും സംസ്ഥാന സർക്കാരിന് കൈമാറി. ചെന്നൈ IITയുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് സർട്ടിഫിക്കറ്റ് കൈമാറിയത്. കേരളത്തിന്റെ സ്വപ്നമാണ് അതിന്റെ പ്രവൃത്തി പദത്തിൽ എത്തിയിരിക്കുന്നതെന്നും സന്തോഷവും അഭിമാനവും പകരുന്ന നിമിഷമാണിതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിംഗ് ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രിയുടെ തീയതി ലഭിക്കുന്ന മുറയ്ക്ക് നടത്തുമെന്നും ഏറ്റവും അടുത്ത് തന്നെ തുറമുഖം നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. വയബിലിറ്റി ഗ്യാപ്പ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നിരാശാജനകമാണ്. കേരളത്തോട് കാണിക്കുന്ന വിവേചനമായിട്ട് ഇതിനെ കാണാനാകൂ. എന്നാൽ അതിന്റെ പേരിൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നു. സംസ്ഥാനം നൽകിയ കത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ മറുപടി അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിക്കും. നമ്മുടെ അവകാശമാണ് നമ്മൾ ഉന്നയിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂലൈയിൽ തുടങ്ങി നവംബർ വരെ നീണ്ട ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ലോകത്തിന് മുന്നിൽ കരുത്ത് തെളിയിച്ചിരുന്നു. ട്രയൽ റൺ സമയത്ത് ലോകത്തെ തന്നെ വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെ 70 ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. ഇവയിൽ നിന്നും 1.47 ലക്ഷം TEU ഇവിടെ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അനുബന്ധ കരാർ ഒപ്പിട്ടത്. നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് തുറമുഖത്തിന്റെ പൂർണ്ണതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. $10,000 കയ്യിലുണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് കപ്പലടുപ്പിച്ച് കണ്ടെയ്നർ ഇറക്കാം എന്നതടക്കം വമ്പൻ ഇളവുകളാണ് കപ്പൽ കമ്പനികൾക്ക് അദാനി പോർട്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ കപ്പലുകൾക്ക് നിലവിൽ ഒരു ദിവസം കൊളംബോ തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റിന് $20,000 മുതൽ $25,000 വരെ ചിലവ് വരും. ഇതിന് കൊച്ചി വല്ലാർപാടത്ത് $74,000 വരെ ചിലവാക്കേണ്ടി വരും. എന്നാൽ വിഴിഞ്ഞത്ത് $10,000 താഴെ മാത്രമാണ് ട്രാൻസ്ഷിപ്മെന്റിന് ചിലവ് വരിക എന്നാണ് കണക്കുകൂട്ടൽ. ഇതെല്ലാം കൂടി നിലവിൽ വലിയ കപ്പലുകൾക്ക് ഒരു ദിവസം കൊളംബോയിൽ ട്രാൻസ്ഷിപ്മെന്റിന് $20,000 മുതൽ $25,000 മാത്രമേ ചിലവാകൂ. എന്നാൽ വിഴിഞ്ഞത്തോ $10,000-ൽ താഴെ മാത്രമാണ് ചിലവ് വരിക. വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗം സംസ്ഥാന അതിർത്തി കടക്കുന്നത് വരെയുള്ള ചരക്ക് നീക്കവും സുപ്രധാനമാണ്. തിരുവനന്തപുരത്തെ കാരോട് മുതൽ കാസർഗോഡ് വരെ നീളുന്ന ദേശീയപാത വികസനം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. പലയിടങ്ങളിലും 4-വരി പാത ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുമുണ്ട്. തുറമുഖങ്ങളിൽ കപ്പൽ കമ്പനികൾ പ്രധാനമായി നൽകേണ്ടത് കപ്പൽ ബെർത്തിൽ നിർത്തിയിടുന്ന വെസൽ റിലേറ്റഡ് ചാർജ്, ചരക്ക് കയറ്റിറക്കുമതി ചെയ്യുന്ന കണ്ടെയ്നർ റിലേറ്റഡ് ചാർജ് എന്നിവയാണ്. തുറമുഖത്ത് അടയ്ക്കേണ്ട പോർട്ട് ഡ്യൂസ്, കപ്പലുകൾ പുറംകടലിൽ നിന്നും തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള പൈലറ്റേജ് ചാർജ്, കപ്പൽ നിർത്തിയിടാനും ചരക്ക് കയറ്റുമതി ചെയ്യാനുമുള്ള ബെർത്ത് ഹയർ എന്നിവയടക്കമാണ് വിഴിഞ്ഞത്ത് $10,000 താഴെ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കപ്പലിന്റെ കേബ് ഭാരത്തെ കണക്കാക്കിയാണ് നിരക്കുകൾ നിശ്ചയിക്കുന്നതും.